ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേപ്പറിൻ്റെ ഒരു സിലബസ് അനാലിസിസ് ആണ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളിങ്ങനെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് യൂണിറ്റ് ടോട്ടൽ 5 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, 5 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഓരോ മൊഡ്യൂളായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കടൽ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സെറ്റിൻ്റെ പേപ്പർ 1 പഠിക്കാനുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ് യൂണിറ്റ് 1 വരുന്നത്. അതിൽ മൊഡ്യൂൾ 1 10th വരെയുള്ള സയൻസ് സബ്ജക്റ്റുകളാണ്. ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th വരെയുള്ള സയൻസ് സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിൽ മൊഡ്യൂൾ 2 സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പോയട്രി, ബേസിക്സ് ക്ലാസ് 10th ലെവൽ വരെയുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 3 ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യയിലെയും വേൾഡ് ലിറ്ററേച്ചറിലെയും മാസ്റ്റർ പീസസ്. ദെൻ ആർട്ട്, മേജർ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ. ഈ ആർട്ട് എന്നുള്ള സെക്ഷനിൽ കൂടുതലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ട് എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ഇതുവരെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടില്ല. ദെൻ കൾച്ചർ, ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ദെൻ മൊഡ്യൂൾ 4 കേരള സ്റ്റഡീസ്, സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെൻറ്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇതിൽ കേരള റിനൈസൻസ് എന്നാണ് എല്ലാ വർഷവും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1 തന്നെ ഇത്രയും പഠിക്കാനുണ്ട്. ദെൻ യൂണിറ്റ് 2. ഈ യൂണിറ്റ് 1 ഒരു കാര്യം പറയുകയാണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു 3-4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെയുള്ളത് ആർട്ട്, കേരള റിനൈസൻസ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു യൂണിറ്റ് 1 നമ്മൾ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും സെറ്റ് പേപ്പർ 1 പാസ്സാവാൻ സാധിക്കും. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് 10 മാർക്കിൽ താഴെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ 120 നമ്മൾ 10 മാർക്ക് പൂർണ്ണമായിട്ടും വിട്ട് കഴിഞ്ഞാലും ബാക്കിയുള്ളത് നമുക്ക് പഠിച്ചിട്ട് പാസ്സാവാൻ പറ്റുന്നത് ഉള്ളൂ. ഇത് പഠിക്കാൻ ടൈം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ദെൻ യൂണിറ്റ് 2 ലാംഗ്വേജ് ആൻഡ് റീസണിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ലാംഗ്വേജ് ആൻഡ് റീസണിങ്. Module 1 Comprehension and Vocabulary, Module 2 Basic English Grammar, Module 3 Logical Reasoning and Analytical Ability, Module 4 Numeracy Skills, Pattern Recognition and Orders of Magnitude. ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതിന്ന് ചോദിച്ചത് കുറവാണ്, ക്വസ്റ്റ്യൻസ് കുറവായിട്ട് തോന്നി എനിക്ക്. ദെൻ യൂണിറ്റ് 3 കറണ്ട് അഫെയർസ്, ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ് മൊഡ്യൂൾ 1 വരുന്നത്. നമ്മളിപ്പോൾ കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ കറണ്ട് അഫെയർസിൽ തന്നെ ഇങ്ങനെയുള്ള സബ് ടോപ്പിക്കുകളുണ്ട്. അതായത് ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ഇവയൊക്കെ കുറിച്ച് അറിയണം. ദെൻ മൊഡ്യൂൾ 3 അതിൽ തന്നെ മൊഡ്യൂൾ 2 നോക്കാം. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, മൂവ്മെൻറ്റ്സ്, ട്രീറ്റീസ് and legislations, national and international. Module 3 UN and Global Affairs. Module 4 Institutions of Higher Learning and Research, Scholarships and New Initiatives, National and State Level. Module 5 Indian Constitution and Politics and Recent Legislations, Right to Information and Right to Education. Module 6 Events, Persons and Awards. Module 7 Sports and Games. Module 8 Culture, Films, Literature, Music and Performing Arts. So കറണ്ട് അഫെയർസ് എന്നുള്ള ടോപ്പിക്കിൽ 8 മൊഡ്യൂളായിട്ട് ഒരുപാട് ഏരിയാസ് പറയുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് 3 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും വരിക. നമ്മളിപ്പോൾ ഈ വർഷത്തെ ഓസ്കാർ വിന്നേഴ്സിൻ്റെ ഒക്കെ പേരുകൾ പഠിച്ചു വെച്ചു, കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ അവാർഡ്സ് പഠിച്ചു വെച്ചു. പക്ഷെ ചോദിക്കുന്നത് ഓസ്കാർ റിലേറ്റഡ് ആവണമെന്നേയില്ല അവാർഡ്സ്. സോ ഈ ഒരു ഏരിയയും നമുക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എവിടുന്നെങ്കിലും ആയിരിക്കും ആ ചോദ്യം ഇടുന്ന ആളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം 8 മൊഡ്യൂളുകൾ പറഞ്ഞു. ഈ 8 മൊഡ്യൂളിന് ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ ടൈം ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു യൂണിറ്റ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ദെൻ യൂണിറ്റ്
4ലേക്ക് കടക്കാം. ഇവിടുന്ന് മുതലാണ് ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനെ തന്നെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആൻഡ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി എന്നുള്ള ഏരിയാസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്, യൂണിറ്റ് 4ലാണ് വരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ തുടങ്ങിയത് കാലം മുതൽ എഡ്യൂക്കേഷൻ എന്താണ്, ഈ ടേം എങ്ങനെയാണ് വന്നത്, ഓരോ കാലഘട്ടത്തിലുള്ള എഡ്യൂക്കേഷൻസ് എങ്ങനെയായിരുന്നു, വേദിക് പീരീഡ്, എപ്പിക് പീരീഡ്, ബുദ്ധിസം, ജൈനിസം, ഇസ്ലാമിക് പീരീഡ്, ഇവരൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, അന്നത്തെ ടീച്ചിങ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഡിസിപ്ലിൻ എങ്ങനെയായിരുന്നു, സ്റ്റുഡൻസ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്, സ്റ്റുഡൻസ് എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോയിരുന്നത്, അതായത് എന്തൊക്കെ റിച്വൽസ് അവർ ഫോളോ ചെയ്യേണ്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫിക്കൽ ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, റിയലിസം, ഡെമോക്രസി, ക്രിട്ടിക്കൽ പെഡഗോജി, ഇതൊക്കെയുണ്ട്. പിന്നെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതിൽ ഒരുപാട് ആൾക്കാരുടെ പേര് വരുന്നുണ്ട്. ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദ, പ്ലേറ്റോ, റൂസോ, മോണ്ടിസോറി, ഫ്രോബിൾ, ഇതൊക്കെ നമ്മൾ BEd പഠിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. പക്ഷേ BEd പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സെറ്റിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വാല്യൂ എഡ്യൂക്കേഷനും ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിലേക്ക് കിടക്കുക. ഇവിടെയാണ് കൾച്ചർ, അക്കൾച്ചറേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നൊക്കെയുള്ള പോയിന്റ്സ് വരുന്നത്. പിന്നെ സോഷ്യൽ മൊബിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് പെർട്ടിക്കുലർ ടേംസ് വരുന്ന ഒരു ഏരിയയാണ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ. ഈ ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയാണ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ. അക്കൾച്ചറേഷൻ എന്താണ്, കൾച്ചറൽ ലാഗ് എന്താണ്, കൾച്ചറൽ ഇനേഷ്യ എന്താണെന്നൊക്കെ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ആ ഒരു ഏരിയ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിലാണ്. അടുത്തത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷനാണ്. ഒരുപാട് തിയറികൾ നമ്മൾ BEdനൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. അതിൽ ആദ്യം എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. മീനിങ്, സ്കോപ്പ്, ഫീൽഡ്സ് ഓഫ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്കൂൾ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി, ഗൈഡൻസ്, കൗൺസിലിംഗ്, പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അഡോളസെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഇത് ഞാൻ ടൈറ്റിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ കേട്ടോ. പേഴ്സണാലിറ്റിയിൽ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ പേഴ്സണാലിറ്റി എന്നുള്ള ടൈറ്റിലിൽ അപ്രോച്ചസ് വരുന്നുണ്ട്. സൈക്കോ അനലിറ്റിക്, ബിഹേവിയറിസ്റ്റ്, ഹ്യൂമനിസ്റ്റിക്, ട്രേറ്റ് അപ്രോച്ചസ്, മോട്ടിവേഷൻ, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അപ്രോച്ചസ് ടു മോട്ടിവേഷൻ, ബിഹേവിയറൽ, ഹ്യൂമനിസ്റ്റിക്, കോഗ്നിറ്റീവ്, സോഷ്യോ കൾച്ചർ, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ടോപ്പിക്ക് പറഞ്ഞിട്ട് തന്നെ ക്ഷീണം പിടിച്ചുപോയി. ദെൻ മൊഡ്യൂൾ 4, യൂണിറ്റ് 4 മൊഡ്യൂൾ 4 ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഒരുപാട് കമ്മീഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, യേശ്പാൽ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കമ്മീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ചരിത്രം, എങ്ങനെയാണ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഉണ്ടായി, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, ദെൻ പോളിസീസ് എന്തൊക്കെയാണ്, IEDS എന്താണ്, NP എന്താണ്, NP ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ MHRD ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, SSA, RMSA, RUSA, RTE, DPEP, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ UGC, MHRD, SCRT, SIET, അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. ഇത്രയാണ് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 5 കടക്കാം. ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. കാരണം സെറ്റ് പേപ്പർ 1 പേര് തന്നെ ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ തന്നെ ആദ്യം വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, സ്കിൽ ബേസ്ഡ് തിയററ്റിക്കൽ നോളജ്, ടീച്ചർ കോമ്പീറ്റൻസി, ടീച്ചർ അക്കൗണ്ടബിലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഓഫ് ടീച്ചേഴ്സ്, ഒബ്ലിഗേഷൻസ് ടു സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് സൊസൈറ്റി, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതും ഞാൻ ടൈറ്റിൽ മാത്രമേ വായിക്കുന്നുള്ളൂ, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 2 ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ടു ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് സ്കിൽസ്,
ഇൻസ്ട്രക്ഷണൽ മോഡൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, അതിൽ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വരും, ഡെലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി റിസോഴ്സസ് വരുന്നുണ്ട്, വെബ് സോഴ്സസ് വരുന്നുണ്ട്, ഇംപ്രവൈസേഷൻ ഓഫ് എയ്ഡ്സ്, എഫക്റ്റീവ് യൂസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 3 ലേണിംഗ് തിയറീസ് ആണ്. ബിഹേവിയറിസ്റ്റ് തിയറീസ്, കോഗ്നിറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂ, ക്ലാസ് റൂം ലേണിംഗ്, അപ്രോച്ചസ് ഓഫ് വൈഗോട്സ്കി, പിയാഷെ, ഗാഗ്നെ, ബ്രൂണർ, ഉസ്ബൽ ആൻഡ് ബ്ലൂം, ഇങ്ങനെയുള്ള കുറേ തിയറീസ് ആണ് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ, അതായത് ഞാൻ നൽകുന്ന പേപ്പർ 1ൻ്റെ കോച്ചിങ്ങിൽ ഇപ്പോൾ നോക്കൂ, ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ് ലേണിംഗ് തിയറീസ് ഒരുപാട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സൈക്കോളജീൻ്റെ തിയറിയിലേക്ക് തന്നെ എടുത്തിട്ട് ഫിലോസഫി, സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഓരോ നിശ്ചിതമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഷാറ്റേർഡ് ആയിട്ടല്ല പഠിക്കേണ്ടി വരും, ഓരോന്നും കൃത്യമായിട്ട് ഓരോ യൂണിറ്റിൻ്റെ അണ്ടറിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ നമുക്ക് വീണ്ടും കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ലേണിങ്ങിൽ തന്നെയാണ് വരുന്ന അപ്ലിക്കേഷൻസ് ഓഫ് ലേണിംഗ് തിയറീസ്, മാസ്റ്ററി ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ്, സിറ്റുവേറ്റഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ബിൽഡിംഗ് ഓൺ സ്റ്റുഡൻസ് തിങ്കിങ്, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ഹെറിഡിറ്റി, പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്, ലേണിംഗ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ ആകെ നാല് പോയിന്റ്സ് എങ്ങനെ വായിച്ചിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വായിക്കാണ്ട് ഉണ്ട്, കാരണം ഒരു പോയിന്റിൻ്റെ അണ്ടറിൽ തന്നെ അത്രയും ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 4 ഇവാലുവേഷൻ ആണ്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫോർ ഇവാലുവേഷൻ, പേപ്പർ പെൻസിൽ ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, cumulative records, rating scale, observation, characteristics of a good test, continuous evaluation, measures for continuous evaluation, unit test, assignment, seminar, collection, project, experiment, portfolio, etc., terminal evaluation, teacher-made test, standardized test, public examination, grading, feedback, remediation, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. യൂണിറ്റ് 5 കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് ICT, ദെൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് മീനിങ്, കോൺസെപ്റ്റ്, സ്കോപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ പേഴ്സണൽ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്നത്. അത് കുറച്ച് ഈസി ആയിട്ടുള്ള ഏരിയയാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ കമ്പ്യൂട്ടർ ആൻഡ് ICT, കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷൻ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് സ്കൂളുകളിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ICT എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, ICT ഇനേബിൾഡ് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഏരിയയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഏകദേശം 10-20 ടോപ്പിക്കുകൾ 10-20 മുകളിൽ ടോപ്പിക്കുകൾ ICTയിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റിസർച്ചാണ്. മെത്തേഡ്സ്, ടൂൾസ്, ടെക്നിക്സ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, ബേസിക് ആസ്പെക്ട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച്, റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച്, അങ്ങനെയുള്ള കുറേ ഏരിയാസ്. പിന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ മെയിനായിട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷനാണ്, പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അറ്റ് നാഷണൽ ലെവൽ, മാനേജ്മെൻറ്റ് ആൻഡ് ഗവേണൻസ്, ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള PTA, MPTA, സ്കൂൾ മാനേജ് കമ്മിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയും. സോ ഇത്രയാണ് സെറ്റ് പേപ്പർ 1ൻ്റെ സിലബസിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ ഏത് വർഷം അത് രൂപീകരിച്ചു, അതിനാരാണ് നേതൃത്വം നൽകിയത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് വെച്ചു, അതിലെന്തൊക്കെ നടപ്പിലാക്കി, എന്തൊക്കെ നടപ്പിലാക്കാണ്ടുണ്ട്, അതിനെതിരെ വന്ന നെഗറ്റീവ് റിവ്യൂസ് എന്താണ്, പോസിറ്റീവ് റിവ്യൂസ് എന്തൊക്കെയാണ്, അതിനെ മാറ്റിയിട്ട് വീണ്ടും വന്ന കമ്മീഷൻ ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. സോ സ്വന്തമായിട്ട് സെറ്റിൻ്റെ പേപ്പർ 1 പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യാനുണ്ട്. ദെൻ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പേപ്പർ 1 പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രത്യേകിച്ചൊരു ഗൈഡോ കാര്യങ്ങളോ അവൈലബിൾ അല്ല. സ്വന്തമായിട്ട് പഠിക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ലൈബ്രറി എന്തായാലും യൂസ് ചെയ്യണം. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ അത് എത്രമാത്രം ഫലപ്രദമാവുമെന്നറിയില്ല. സൈക്കോളജി, ഫിലോസഫീൻ്റെ ബുക്സുകൾ BEdൻ്റെ ഒരു സിലബസിന് കിട്ടുന്നതായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് റിസോഴ്സ് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അതായത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റിൻ്റെ പേപ്പർ 1 കോച്ചിങ്ങിന് ചേരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടുതലും കോൾസ് അറ്റൻഡ് ചെയ്യുക, കാരണം ക്ലാസ് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് കോൾസ് അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. 9446244334 എന്നുള്ള നമ്പറാണ്. 9446244334 എന്നുള്ള നമ്പറാണ്
ക്ലാസ് എടുക്കുന്ന നമ്പർ. അപ്പോൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. പേപ്പർ 1ൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കിയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. ദെൻ എക്സാം വരെയും ക്ലാസ്സസ് ഉണ്ടാവും. എക്സാം വരെയും നമ്മൾ റിവിഷൻ കൊണ്ടുപോകുന്നുണ്ട്. കറണ്ട് അഫെയർസ് ഡിസ്കസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഡിസ്കസ് ചെയ്യുന്നതാണ്. പേപ്പർ 1ൻ്റെ ക്ലാസ് കൂടാതെ പേപ്പർ 2 ഇംഗ്ലീഷ്, ബോട്ടണി, കൊമേഴ്സിൻ്റെ ക്ലാസ് കൂടി അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, BEd ചെയ്യാണ്ട് PG ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റാവുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അല്ലാത്തതൊക്കെ കോച്ചിങ്ങിലാണ് കൊടുക്കുന്നത്. മിതമായിട്ടുള്ളൊരു നിരക്കിലാണ് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ടൈം കളയേണ്ട. എന്തായാലും ജൂലൈ ആണ് എക്സാം. ജൂലൈ 2021 എക്സാമിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും ജൂലൈ 2021 എന്നുള്ള പേരിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് എക്സാം ഒക്കെ കുറച്ച് ഡിലേ ആവാം. എന്നാലും ഉള്ള സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യാം. സോ ഇത്രേ പറയാനുള്ളൂ. ഇനി ഓരോ ക്ലാസ്സിൽ വരുന്ന ഓരോ എപ്പിസോഡുകളിലായിട്ട് മാക്സിമം സെറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.